ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മസാലയോട് കൂടിയിട്ടുള്ള ഒരു മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചതും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വലുതായിട്ട് റഫായിട്ട് അങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഒന്ന് വഴന്ന് തന്നെ വന്നോട്ടെ കേട്ടോ. സവാള ഒരു 2 മിനിറ്റ് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ. 2 നല്ല പഴുത്ത തക്കാളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നല്ല വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറുതാണെങ്കിൽ നിങ്ങൾക്കൊരു 4 എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് സോഫ്റ്റായിട്ട് തന്നെ വരണേണ്ട. അപ്പോഴേക്കും സവാളയും എല്ലാ കാര്യങ്ങളും ഒന്ന് വഴന്ന് ആ ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് റെഡിയായിട്ട് വഴന്ന് തന്നെ വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ അയിലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതല്ലോ കേട്ടോ. ഞാനൊരു 3 വലിയ അയിലയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാരിനേഷൻ അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 2.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി മാത്രം അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മീൻ വറക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ഒന്ന് ചേർത്തിട്ട് മീൻ വറുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. ഇതിപ്പോൾ കോക്കനട്ട് വിനിഗറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് വിനിഗർ ആണെങ്കിൽ ഉപയോഗിക്കാവുന്നതുള്ളൂ. ഞാൻ 1 ടേബിൾ സ്പൂണോളം അളവിൽ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന് പകരം നാരങ്ങ നീര് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിനാഗിരി ആകുമ്പോൾ വേറൊരു ഫ്ലേവറിലേക്ക് തന്നെ വരും കേട്ടോ. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ തണുപ്പായ കാരണം കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇത് കുറച്ചൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. കറക്റ്റ് ആ ഒരു മീനിലേക്കൊന്നും പിടിച്ച് കിട്ടില്ല. കണ്ടോ, ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ മീൻ നന്നായിട്ട് തന്നെ വൃത്തിയാക്കിയതിന് ശേഷം വരഞ്ഞെടുത്തിരിക്കുന്നതാണ്. തലയോടുകൂടെ വെച്ചു എന്നുള്ളൂ കേട്ടോ. പലപ്പോഴും ഇതുപോലെയുള്ള റെസിപ്പികൾ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് അത് കറക്റ്റ് ക്ലീൻ ചെയ്തിട്ടില്ലേന്ന്. തലയുടെ ഉൾഭാഗം എല്ലാം കറക്റ്റ് ക്ലീൻ ചെയ്തത് തന്നെയാണ് കേട്ടോ. ഇനി എല്ലാം നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്ര മീൻ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മസാല തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് നിന്ന് പിടിച്ച് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസമൊക്കെ ചെയ്ത് വയ്ക്കാവുന്നതുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ പറ്റുമല്ലോ. ഇതൊന്ന് ഞാൻ കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോഴേക്കും നമുക്ക് നേരത്തെ ആ ഒരു വഴറ്റാനിട്ട സവാളയും തക്കാളിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയുടെ ഉള്ളിൽ ഇതൊക്കെ കണ്ടോ നന്നായിട്ട് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് വറ്റി റെഡി ആയിട്ട് തന്നെ വരണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വഴന്ന് വരാനുണ്ട്. റെഡി ആയിട്ട് വരട്ടെ നല്ല പോലെ തന്നെ. ഈ ഒരു സ്പെഷ്യൽ മസാലയിലാണ് നമ്മൾ ഈ ഒരു മീൻ റോസ്റ്റ് അല്ലെങ്കിൽ മീൻ വരട്ട് തയ്യാറാക്കുന്നത് കേട്ടോ. എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ്. ഈ മസാല തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഒന്നും കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരട്ടെ. തീ കുറച്ച് വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ മീൻ നല്ല ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കുറച്ച് എണ്ണയിൽ മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീൻ ഫ്രൈ ചെയ്തെടുക്കാതെ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഒന്നും കൂടിയും എന്താ പറയുക, അത് പൊടിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവും. ഇനിയിപ്പോൾ കണ്ടോ, നമുക്ക് ഈ ഒരു മസാല ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടോയെന്നൊക്കെ കണ്ടില്ലേ. ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വഴന്ന് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും മീൻ അവിടെ ഇരുന്ന് ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ
ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണമെല്ലാം മാറി നന്നായിട്ട് തന്നെ ഒന്ന് എന്താ പറയുക റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് മീൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഭാഗം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. 2 ഭാഗം നന്നായിട്ട് ഒന്ന് റെഡി ആയിട്ട് തന്നെ വന്നോട്ടെ കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കുറച്ച് സമയമെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടിയും നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് തന്നെ വരും. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു മസാല അപ്പോഴേക്കും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഇത് അരച്ചെടുക്കണത് കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അത്യാവശ്യം മസാലയോട് കൂടിയിട്ടുള്ളൊരു ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഫിഷ് റോസ്റ്റ് നമ്മൾ പല രീതിയിലുണ്ടാക്കും. അരച്ചെടുത്തിട്ടുണ്ടാക്കും, അരച്ചെടുക്കാതെയും ഒക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള രുചികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു എണ്ണയിലേക്കാണ് ഈ ഒരു മസാല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണയ്ക്ക് ആ ഒരു മീനിൻ്റെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കാരണമാണ് ആ ഒരു വെളിച്ചെണ്ണ തന്നെ എടുത്തിരിക്കുന്നത്. ഇനി അരച്ചെടുത്ത ഒരു പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി നമ്മളിത് നന്നായിട്ടൊന്ന് വഴച്ചെടുത്തതാണ്. എന്നാലും ഇതിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കുക. അപ്പോഴായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരിക കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് റെഡി ആയിട്ട് തന്നെ വരട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ആദ്യം ഒന്ന് വഴച്ചെടുത്തതിന് ആദ്യം ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഉണ്ടോ. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ കറിവേപ്പില നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുമല്ലോ. ഇനി ഇതോടെ ഇരുന്നൊന്ന് റെഡി ആയിട്ട് തന്നെ വന്നോട്ടെ കേട്ടോ. ആ റെഡി ആയിട്ടൊന്ന് എണ്ണ തെളിഞ്ഞൊന്ന് ഒക്കെ ഒന്ന് റെഡി ആയിട്ട് വരുന്ന സമയത്താണ് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ പോരാന്ന് തോന്നി ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും ആ ഒരു അതിൻ്റെ ഒരു പച്ചമണക്കം ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് റെഡി ആയിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടിരുന്ന് റെഡി ആയിട്ട് വരട്ടെ. ഒന്ന് റെഡി ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് വിനാഗിരി തന്നെയായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുക കേട്ടോ, നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും. പിന്നെ വേറെ ഓപ്ഷൻസ് ഇല്ല. നിങ്ങളിപ്പോൾ വിനാഗിരി ഒന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ഉപയോഗിക്കാവുന്നതുള്ളൂ. വിനാഗിരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ഫിഷ് റോസ്റ്റിൻ്റെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്ര തന്നെ റെഡി ആയിട്ട് വന്നാൽ മതിയാവും കേട്ടോ. പിന്നെ മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടിയും കുറച്ച് സമയം കൂടെയൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടി തന്നെ റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു മസാലയിലേക്ക് ഇനി ഞാൻ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് എരിവിനും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് പച്ചമുളക് നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു മീനും കൂടെ ഈ ഒരു മസാലയിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ പൊടിഞ്ഞു പോകാത്തൊരു രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അതിൻ്റെ ആ ഒരു വശങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മസാലയൊക്കെ മീനിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മസാലയിൽ നന്നായിട്ട് കോട്ടായിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ വരും. അപ്പോൾ ആ ഒരു മസാലയാണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു മസാലയിൽ, അതൊക്കെ ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് ഈ ഒരു ഫിഷ് റോസ്റ്റ് നന്നായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എണ്ണയില്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇത് വരുള്ളൂ കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് ആ ഒരു മസാല കോട്ട് ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴൊരു അടിഭാഗം കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക കേട്ടോ. അതായിരിക്കും നന്നായിട്ട് വരിക. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലായിരിക്കും കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ കുറച്ച് സമയം എടുത്ത് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് 2 ഭാഗം നന്നായിട്ടൊന്ന് കുറഞ്ഞ തീയിൽ തന്നെ വെച്ചൊന്ന്
ഫ്രൈ ചെയ്ത്, അതായത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ആ ഒരു രീതിയിൽ തന്നെ വരുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. കണ്ടോ, മസാല നന്നായിട്ട് കോട്ട് ചെയ്ത് ഇരിക്കുന്ന ഒരു ഫിഷ് ഫ്രൈ തന്നെയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ഒരു ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പ്രത്യേകിച്ച് ചോറിൻ്റെ കൂടെയാണ് കൂടുതൽ നന്നായിട്ട് വരിക. പ്രത്യേകിച്ചും ഫിഷ് ലവേഴ്സിനൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും. വ്യത്യസ്തമായിട്ടുള്ള രുചികളും വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയായിരിക്കും ഉണ്ടാകും. അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ ആ ഒരു മസാലയൊക്കെ തിരിച്ച് അതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1-2 പ്രാവശ്യം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് റെഡി ആയിട്ട് വരുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് മാറുക കേട്ടോ. പിന്നെ അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു വിനാഗിരിയുടെ ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല, നല്ല മസാലയാണ്. ശരിക്കും പറഞ്ഞാൽ മസാല നന്നായിട്ടുള്ളൊരു ഫിഷ് റോസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.